Welcome to Tasty Buds. അപ്പോൾ നമുക്കിന്നൊരു വൈറ്റ് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഞാനിത് ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളിനിപ്പോൾ കുറച്ച് ഒരു 1/2 കിലോ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കിലോ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 8 ടേബിൾ സ്പൂൺ തൈരാണ്. 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് എമൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് ചേർക്കാനുള്ളത് നമുക്ക് ഉപ്പാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. സോൾട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂൺ ഇടാം. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 8 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ഞാനത് ഫ്രഷായി പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1/2 കിലോനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1/2 കിലോൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെറിയ എമൗണ്ടായിട്ട് ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. 1/2 കിലോനാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 2 കിലോനാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായി കൈ വെച്ച് വൃത്തിയുള്ള കൈ കൊണ്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ നേരം വെക്കണം. അരമണിക്കൂർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ വെക്കാം മാക്സിമം, അല്ലെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും അതുപോലെ 2 ടേബിൾ സ്പൂൺ നമ്മൾ കടല തൊലി കളഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി തൊലി കളയാത്തതാണെങ്കിലും കുഴപ്പമില്ല. അത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 11 പച്ചമുളകും കൂടി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം. നെക്സ്റ്റ് പ്രൊസീജിയർ നോക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം, ഒരു 9 ടേബിൾ സ്പൂണും ഏകദേശം വരും ഓയിൽ. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഓരോന്നോരോന്നായിട്ട് പറയാം. കുറച്ച് ബേ ലീവ്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ഇരിക്കും നല്ലത്. ബേ ലീവ്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം. ഒരു 6 കഷ്ണം പട്ട ഉണ്ടായിരിക്കും, അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഏലക്കായ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് 2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ടൊന്ന് നന്നായി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ സ്മെല്ല് വരുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിട്ട കുരുമുളകും അതുപോലെ തന്നെ പട്ടയും ബേ ലീവ്സും ഒക്കെ നന്നായിട്ട് അതിൽ ഫ്രൈ ആയി വന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4 വലിയ സവാള അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നന്നായി എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. ഇതൊന്ന് ഇതിലിരുന്നിട്ട് നന്നായി എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള അരച്ച് ചേർത്തത് നന്നായി ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തിളച്ചിട്ട്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ള ഒരു 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് പച്ചച്ചുവ മാറി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ നന്നായി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നു. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ചേർത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ഞാൻ അതിലേക്ക് ഫുള്ളായി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കുക. അതായത് എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ
കാരണം ഓൾറെഡി നമ്മൾ സവാള അരിയുമ്പോൾ ഒരു ഞാൻ ബ്ലെൻഡറിലിട്ടാണ് അരിഞ്ഞത്, കാരണം ഈ വെള്ളത്തിൻ്റെ ആവശ്യം അധികം വന്നിട്ടില്ല. പക്ഷേ ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് സോൾട്ട്, അതായത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ എന്ന്. കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വീണ്ടും പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് പാകമാണ്. ഇനി നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്കത് മൂടി വയ്ക്കാം. ഇനി അങ്ങനെ നന്നായി വേവട്ടെ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ അതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മളിതൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് എല്ലാവരും ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. വേവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തോ നോക്കാം. ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. ചിക്കൻ വെന്തോന്ന് നോക്കട്ടെ. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള, നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതായത് നമ്മുടെ കപ്പലണ്ടിയും അതുപോലെ കാഷ്യൂ നട്ട്സും അതുപോലെ പച്ചമുളകും കൂടി അരച്ച മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക്, ഒരു കണ്ടോ കീറാത്തൊരു 4 പച്ചമുളകുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് മൂടി വയ്ക്കാം. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെയും അതുപോലെ കപ്പലണ്ടി പേസ്റ്റിൻ്റെയൊക്കെ ടേസ്റ്റ്, അതായത് പച്ചച്ചുവയൊക്കെ മാറിയ പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളെ വൈറ്റ് ചിക്കൻ കുറുമ ഏകദേശം റെഡി ആവാനുണ്ട്. നമുക്കിനി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് അത് അവസാനിപ്പിക്കാം. ഞാൻ കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കുക്കിംഗ് ക്രീം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 150 ml കുക്കിംഗ് ക്രീം ഉണ്ടായിരിക്കും. ആ കുക്കിംഗ് ക്രീമും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമ്മുടെ തീ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം.
അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റും കൂടി നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. നമ്മുടെ വൈറ്റ് ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി അതൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മൂടി വെച്ചു. 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ വൈറ്റ് ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ചിക്കൻ കറി അല്ലെങ്കിൽ വൈറ്റ് ചിക്കൻ കുറുമ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ, റൊട്ടീൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ ഒക്കെ നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മളധികം സ്പൈസസ് ഒന്നും വല്ലാതെ, അതായത് ഗരം മസാല അങ്ങനെ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.